Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ലോക്കിയെ തന്നെ നോക്കുകയാണ്. അടുത്ത നിമിഷം ലൂഫി കൈ എങ്ങനെ ഉയർത്തി പൊട്ടിച്ചിരിക്കും. യാഹൂ, ഒരു വിധത്തില് ഞാൻ എത്തിന്ന് പറഞ്ഞ് ലോക്കിക്ക് നേരെ അങ്ങനെ ഓടി അടുക്കുകയാണ്. ലോക്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സാധാരണ ആളുകൾ അവിടേക്ക് വന്ന് ഒന്നുകിൽ അവനെ കണ്ട് ഭയന്ന് പുറകിലേക്ക് ഓടും, അതല്ല എങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയൊരു എക്സ്പ്രഷനും ഇങ്ങനെയൊരു അനുഭവം എല്ലാം തന്നെ ലോക്കിയുടെ ലൈഫിൽ ആദ്യമാണ്. സത്യത്തിൽ നമ്മുടെ ലൂഫി അവൻ എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എൽബോഫിലേക്ക് എത്തുക എന്നതായിരുന്നു. ഇത് എൽബോഫ് ഐലാൻഡ് ആണെന്ന് ലോക്കി പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കഥാനായകൻ ലൂഫി അവനിപ്പോ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടണ. ലൂഫി ആണെങ്കിൽ ലോക്കിയുടെ കാലില് ചാടിക്കയറി നിൽക്കും. സത്യത്തില് ഇത് എൽബോഫ് ഐലാൻഡ് തന്നെയല്ലേ? ഒരുപാട് കാലത്ത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇവിടേക്ക് വരിക എന്ന്. ദൂരെ കണ്ടില്ലേ വലിയ മരം, അതാ അവിടെ വലിയ വലിയ കുന്നുകള്. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടം കാണാൻ മാഗ്നിഫൈങ് ക്ലാസ്സിൽ ഞാൻ കണ്ടതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവന്റെ ആഹ്ലാദം അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ലോക്കി ആണെങ്കിൽ അതെ, നീ പറഞ്ഞത് ശരിയാണെന്ന് പറയും. ലൂഫി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് എന്നെപ്പോലെ തന്നെ എന്റെ ഫ്രണ്ട് ഉസോപ്പിനും എൽബോഫിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമാണ്. അവനും ഇതിനോടകം ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യും. ഇവിടെ ലോക്കിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ലോക്കിക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നത് അത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. സത്യത്തിൽ ഇവിടെയുള്ള വാരിയേഴ്സ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൺട്രി അത് എൽബോഫ് ആണെന്ന് പറയുന്നത്. ബ്രോഹിയോടും കൂടെ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ പോലും ഇത്രയും വലിയ ജയൻസിനെ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ലൂഫി ആണെങ്കിൽ സന്തോഷം അതങ്ങനെ മതിമറന്ന് ആസ്വദിക്കുമ്പോൾ ലോക്കിയുടെ ദേഷ്യം അത് കൂടി വരികയാണ്. അവനാണെങ്കിൽ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കും. ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പൊട്ടിച്ചിരിക്കും. അത്ത് കണ്ട് നിർത്തിടടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക് എന്നവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. അത്ത് കേട്ട് ആ ഒരു ഐലാൻഡ് തന്നെ അങ്ങനെ കിട്ടിങ്ങി വിറക്കുകയാണ്. അത്രയും നേരവും അവിടെ പതുങ്ങിയിരുന്ന മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇപ്പൊ പതിയെ നടന്നെടുക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ഒരു കൂട്ടം ഭൂതങ്ങള് എന്തൊക്കെയോ ലൈറ്റ്സ് ഒക്കെ എടുത്ത് ഇപ്പൊ അവിടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ ശബ്ദം കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവും. സൈലൻസ്, ഫുൾ ഓഫ് സൈലൻസ്. ലോക്കി ആണെങ്കിൽ ലൂഫിയെ നോക്കും. ഇവിടം എന്റെ സ്ഥലമാണ്, ഞാനാണ് സൺ ഗോഡ്. നിന്നെപ്പോലൊരു സാധാരണ മനുഷ്യന് ഇവിടെ വന്ന് എന്റെ മുൻപിൽ ഇപ്രകാരം നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം നീ നിൽക്കാൻ. ലോക്കി ആണെങ്കിൽ ഇപ്പൊ ആ ചെയിനൊക്കെ പിടിച്ചു വലിക്കും, പക്ഷെ അത് തകരില്ല. സത്യത്തിൽ ലോക്കിക്ക് സ്പെഷ്യൽ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ബൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, 2.6 ബില്യൺ ബെറീസ്. ലോക്കി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, നീ എന്റെ ചുറ്റും ഒന്ന് നോക്ക്. ലൂഫി ആണെങ്കിൽ ചുറ്റും ഒന്ന് നോക്കും. നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കും. അതിൽ ലൂഫി പറയും, മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല, നിനക്ക് ചുറ്റും വലിയ ചെങ്ങലകളുണ്ട്. അതിന് ലോക്കി പറയും, അതെ, അത് തന്നെയാണ് ഞാൻ പറയാനായിട്ട് വന്നത്. 6 വർഷമായി ഈ ചെങ്ങല ഉപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ലോക്കി ആണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, ഈ എൽബോഫ് ഐലാൻഡിലെ ഏറ്റവും പവർഫുൾ ആയ വാരിയർ അത് ഞാനാണ്. ആ ദൂരത്തായിട്ട് കാണുന്ന വലിയ മരം അതൊരു ലെജൻഡറി മരമാണ്. ജ്വൽ ട്രീ ആരം എന്നാണ് അതിന്റെ പേര്. മാത്രമല്ല അവനെ കെട്ടിവെച്ചിരിക്കുന്ന ആ ചെങ്ങല അത് വെറും സാധാരണ ചെങ്ങലയല്ല, സീപ്രസൻ സ്റ്റോൺ കൊണ്ടാണ് ആ ചെയിൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ശക്തിയെല്ലാം തന്നെ നഷ്ടപ്പെട്ട് അവന് ദുർബലമായിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് മുൻപിൽ ഒരു ഡീല് വെക്കും. സ്ട്രോ ഹാറ്റ് ലൂഫി, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിന്നെ എതിർക്കുന്ന, നീ ഇല്ലാതാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെ വേണമെങ്കിലും നിനക്ക് വേണ്ടി കൊന്നുതരാൻ ഞാൻ തയ്യാറാണ്. അതിനു പകരമായിട്ട് ഈ ചെയിനിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം. ലൂഫി ആണെങ്കിൽ അതെല്ലാം കേട്ട് ക്യാഷ്വലായിട്ട് ചിരിച്ച് അവന്റെ കാലിലങ്ങനെ ഹായ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്ത് നിന്ന് ആ മോൺസ്റ്റേഴ്സിന്റെ ശബ്ദം അത് ലൂഫി ശ്രദ്ധിക്കുക. ലൂഫി ആണെങ്കിൽ അവിടേക്ക് കാതോർക്കും. ആ സമയം തന്നെ ലോക്കി ആണെങ്കിൽ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഈ ചെയിൻ അത്ര വേഗം നിനക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് കഴിയില്ല, അതിനൊരു സ്പെഷ്യൽ കീ ഉണ്ട്, അതുള്ളത് ദൂരെ കാണുന്ന ആ ഗ്രാമത്തിലാണ്. ലോക്കി ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദൂരത്തേക്ക് തന്നെ ആ മോൺസ്റ്റേഴ്സിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ലോക്കി വീണ്ടും പറയും, ഇതിനുവേണ്ടി ഞാൻ നിന്നെ പ്രഷർ ചെയ്യില്ല, നിനക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എന്ന് പറയും. ആ സമയം ആ മോൺസ്റ്റേഴ്സ് ഇവിടേക്ക് കടന്നു വരുന്ന ശബ്ദം അതങ്ങനെ കൂടി വരും. ഉടനെ ലോക്കി പറയും, ഇതാണ് എൽബോഫിന്റെ അണ്ടർഗ്രൗണ്ട്, അതായത് എൽബോഫ് ഐലാൻഡിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇവിടേക്ക് ആരും തന്നെ അങ്ങനെ ക്യാഷ്വലായിട്ട് കടന്നു വരാറില്ല. നീ ഇവിടേക്ക് വന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ക്രിമിനൽസിനെ മാത്രമാണ്
ഇവിടേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാറുള്ളത്. അവനത് പറയുമ്പോൾ തന്നെ വലിയ വലിയ മരങ്ങൾ അങ്ങനെ കടപുഴകി വീഴും. കാരണം വലിയ മോൺസ്റ്റേഴ്സ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും, വലിയ വലിയ നിഴലുകൾ അങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ മോൺസ്റ്റേഴ്സ് ആണെന്ന് ലൂഫി തിരിച്ചറിയും. ലോക്കി ആണെങ്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് ശരിക്കും ഒരു കല്ലറയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നീ വെറുതെ ഒന്ന് തിരഞ്ഞാൽ തന്നെ മനുഷ്യരുടെ അടക്കം ഒരുപാട് പേരുടെ അസ്ഥികൾ മാത്രമായിരിക്കും നിനക്ക് കാണാൻ കഴിയുക. ഇത് ശരിക്കും ആര് വരാൻ പാടില്ലാത്ത അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവരുടെ എല്ലാവരുടെയും മിത്തോളജി അനുസരിച്ച് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രദേശം. ഉടനെ ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. ആ ജയൻസ് ആണെങ്കിൽ വലിയ വലിയ മലകളൊക്കെ തകർത്ത് മരങ്ങളൊക്കെ കടപുഴകി അങ്ങനെ വലിച്ചെറിയുകയാണ്. ഇത് ബീസ്റ്റുകളുടെ താഴ്വരയാണ്. നീ ഇവിടേക്ക് വന്നത് ശരിക്കും നിന്റെ കഷ്ടകാലമാണ്, ഇതൊരു നരകമാണെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ മോൺസ്റ്റേഴ്സിനെ കാണിക്കും. വലിയ ചെന്നായ, വലിയ പാമ്പ് എന്നിങ്ങനെ ഒരുപാട് മോൺസ്റ്റേഴ്സ് അങ്ങനെ അവിടെ മുഴുവൻ നിരന്ന് നിൽക്കുകയാണ്. ഈ ബീസ്റ്റുകളെല്ലാം തന്നെ ഇത്രയും കാലം ലോക്കി ഒന്നും ചെയ്യാത്തതിന് കാരണം മറ്റൊന്നുമല്ല, അവരെല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. ലോക്കി ആണെങ്കിൽ ലൂഫിയോട് പറയും, നീ അവറ്റകളെ കണ്ടില്ലേ, അവറ്റകൾ നിന്നെ ഭക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഒന്നൊന്നായിട്ട് അവറ്റകളെ മാറി മാറി നോക്കും. ഗോറില്ല ആണെങ്കിൽ നെഞ്ചത്തൊക്കെ ഇടിച്ചു കാണിക്കും. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം ഓരോരോ ആക്ഷൻസ് കാണിക്കുകയാണ്. ലോക്കി ലൂഫിയോട് പറയും, ഞാൻ പറയുന്ന കാര്യം നീ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ മോൺസ്റ്റേഴ്സ് എല്ലാം നിന്റെ എല്ല് പോലും ബാക്കി വെക്കാതെ നിന്നെ ഇല്ലാതാക്കും. ലൂഫി ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അവറ്റകളെ നോക്കിയതിന് ശേഷം അവറ്റകളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഗോസ്റ്റുകളെ പോലെ ലൈറ്റ് പിടിച്ചുകൊണ്ട് നടന്ന ഒരു കൂട്ടം ആളുകളെ കാണിക്കുക. അവരും സാധാരണ ജനങ്ങളാണ്. ലോക്കി ആണെങ്കിൽ ലൂഫിയോട് പറയും, എൽബോഫു ആയിട്ട് ഏറ്റുമുട്ടിയ ജനങ്ങളാണ് ആ കാണുന്നത്. അവരെ എല്ലാവരെയും ഇവിടേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ടു. ബീസ്റ്റുകൾ അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ഒരു കോസ്റ്റ്യൂമില് അവരിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവർ ശരിക്കും വിഡ്ഢികളാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കും. ഉടനെ അവരാണെങ്കിൽ ലോക്കിയോട് പറയും, സാർ ദയവ് ചെയ്ത് ഞങ്ങൾ അപമാനിക്കരുത്. ഈ പയ്യൻ ആരാണ്? വേണമെങ്കിൽ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഇവനെ കൊല്ലാൻ തയ്യാറാണ്. അതിന് ലോക്കി പറയും, അവനെ കൊല്ലേണ്ട ആവശ്യമില്ല, അവന് മറ്റൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ മനുഷ്യരാണെങ്കിൽ പരസ്പരം പറയും, കഴിഞ്ഞ തവണ വന്ന ആളെപ്പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. അവൻ ഇവിടേക്ക് വന്ന എല്ലാവരെയും തല്ലി തകർത്തു. കേട്ട് ലൂഫി അതാരാണെന്ന് ചോദിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഷാങ്ക്സ്. ലൂഫി ആണെങ്കിൽ അത്ഭുതത്തോടുകൂടെ, ഷാങ്ക്സോ, അവൻ ഇവിടേക്ക് വന്നു എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ലൂഫിക്ക് ഷാങ്ക്സിനെ അറിയാമെന്ന്. ഉടനെ അത്രയും നേരവും കടിച്ചു കീറാൻ തന്ന മോൺസ്റ്റേഴ്സ് എല്ലാവരും ലൂഫിയുടെ അടുത്ത് വളരെയധികം വിനയത്തോടും സ്നേഹത്തോടും കൂടെ നിൽക്കുകയാണ്. അത് കണ്ട് ലോക്കിയുടെ കൺട്രോൾ പോയി അവനാണെങ്കിൽ ഉച്ചത്തിൽ അലറുകയാണ്. ആ ഒരു സ്ഥലത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആ മോൺസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ ആ മോൺസ്റ്റേഴ്സ് പോലും ലൂഫിയുടെ മുൻപിൽ തല വണങ്ങുന്നത് കാണുമ്പോൾ ലോക്കിക്കാണെങ്കിൽ സഹിക്കില്ല. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഓടി ലോക്കിയുടെ അടുത്തേക്ക് വരും. സത്യം പറയും ഷാങ്ക്സ്, അദ്ദേഹം ഇവിടേക്ക് വന്നിരുന്നോ? ലൂഫിയുടെ സന്തോഷവും അവന്റെ കണ്ണുകളിലെ തിളക്കമൊക്കെ കാണുമ്പോൾ തന്നെ ലോക്കിക്ക് മനസ്സിലാവും ഷാങ്ക്സും ലൂഫിയായിട്ട് നല്ലൊരു ബന്ധം തന്നെയാണ് ഉള്ളതെന്ന്. ലോക്കി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അവനൊരു പേടിത്തൊണ്ടനാണ്, അവൻ ഇവിടേക്ക് വന്നിരുന്നു എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ലൂഫിയുടെ കൺട്രോൾ പോവും. അവൻ 4th ഗിയറിലേക്ക് പോയി കൈ ചുരുട്ടി ആഞ്ഞടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ ജസ്റ്റ് മുഖം വെട്ടിക്കുന്നതുകൊണ്ട് മാത്രം ലൂഫിയുടെ പഞ്ച് അത് പ്രോപ്പറായിട്ട് അവന്റെ ദേഹത്ത് വീടില്ല. ലോക്കി ആണെങ്കിൽ ഭയപ്പെടും, അയ്യോ വേണ്ട, നീ അറ്റാക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവനിവിടേക്ക് വന്നിരുന്നു, ഇവരെല്ലാം അറ്റാക്ക് ചെയ്ത് അവനിവിടുന്ന് പോയിരുന്നു എന്ന് പറയും. ലോക്കിയെ ലൂഫി അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ഇപ്പോ ആ ഒരു മോൺസ്റ്റേഴ്സ് അടക്കം എല്ലാവരും ഷോക്കാവും. ലൂഫി ആണെങ്കിൽ അവന് താക്കീത് കൊടുക്കും, ഒരു കാരണവശാലും അവനെക്കുറിച്ച് തമാശ പറയാൻ പാടില്ല, അതെനിക്കിഷ്ടമല്ല. അതിനവൻ പറയും, ഞാൻ ഈ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനാണ്, എന്നെ അറ്റാക്ക് ചെയ്യുന്നതിൽ വലിയ അഭിമാനമൊന്നും നീ കരുതണ്ട, ഈ ചങ്ങല തകർത്ത് ഞാൻ പുറത്തേക്ക് വന്ന ആദ്യം ഞാൻ ഇല്ലാതാക്കുന്നത് നിന്നെയായിരിക്കും. ലൂഫിയുടെ മനസ്സിലാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ. അവനാണെങ്കിൽ ഇപ്പൊ ലോക്കിയുടെ ദേഹത്ത് കയറി നിന്ന് ലോക്കിയോട് ചോദിക്കും, എന്തിനാണ് ഷാങ്ക്സ് ഇവിടേക്ക് വന്നത്? നിന്നെ കാണാനാണോ? ഷാങ്ക്സ് ഇപ്പോഴും ഈ ഐലാൻഡിലുണ്ടോ? ലൂഫിയുടെ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് ഇപ്പൊ ലോക്കിക്കാണെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണ്, കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ക്യാഷ്വലായിട്ട് ചിരിക്കും. ഈ ലോകത്തൊന്നും വെറുതെ ലഭിക്കാൻ പോകുന്നില്ല, എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നീ ചെയ്താൽ മാത്രമേ നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയൂ എന്ന് ലോക്കി ആണെങ്കിൽ ഇപ്പോ നമ്മുടെ ലൂഫിയോട് പറയും. ഈ ഒരു ചെയിൻ, അതിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായാലും നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അത് ഞാൻ പറയാന്ന് പറയും. ഉടനെ ലൂഫി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി ആ ഒരു ചെയിനിലേക്ക് നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.